എത്ര ധിക്കാരിയായിട്ടുള്ള ആളുകളും അവരുടെ ആ തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുന്ന സന്ദർഭത്തിൽ കല്ലാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന പരിശുദ്ധ ഖുർആൻ നിരന്തരം ഉദ്ധരിക്കുന്ന ഫിർഔന് പോലും ആ ഫിർഔൻ മരണം മുന്നിൽ വന്ന സന്ദർഭത്തിൽ ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇത്രയും കാലം എന്നെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ആ റബ്ബിലേക്ക് ഞാനിതാ മടങ്ങി, അല്ലെങ്കിൽ ആ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് മരണം തൊണ്ടക്കുഴിയിലെത്തിയ സന്ദർഭത്തിൽ ഫിർഔൻ പ്രതികരിക്കുന്നതായിട്ടെല്ലാം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ശ്രദ്ധേയമായിട്ടൊരു കാര്യം, അടിവരയിടേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും ഈ രൂപത്തിലുള്ള ഒരു പ്രവണത, ആ ഒരു പ്രവണത അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിമർശിക്കുന്നില്ല. കാരണം അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു പ്രതികരണമാണ്. ദുരന്തങ്ങളും പ്രതിസന്ധികളെല്ലാം കൺമുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തുക എന്നുള്ളത് നോർമലായിട്ടുള്ളൊരു പ്രവണതയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത് മുഴുവനും അത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും നീങ്ങുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും മുഖം തിരിക്കുന്ന ആ ഒരു പ്രവണതയാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ലുഖ്മാന്റെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് കപ്പല് ആ കടൽ കൊടുങ്കാറ്റിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ അവരെന്നോട് പ്രാർത്ഥിക്കും. അതേ സന്ദർഭത്തിൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവരെ രക്ഷപ്പെടുത്തി ഞാൻ കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ മറക്കും, ആ നന്ദി കെട്ടവരായിട്ട് മാറും എന്നുള്ളതാണ്. ആ ഒരു വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിന്റെ 8-ാമത്തെ വചനത്തിലും ഇദാ മസ്സൽ ഇൻസാനു ദുർറുൻ, മനുഷ്യന്റെ മൊത്തത്തിലുള്ള ആ രൂപത്തിലുള്ള ഒരു നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിഷമം ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലൊരു ടർബുലൻസ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിലെല്ലാം നമ്മൾ അകപ്പെടുന്ന സന്ദർഭത്തിൽ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഘട്ടങ്ങളിൽ ദഅ റബ്ബുഹു മുനീബൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രയാസം, ആ ഒരു വിഷമം ഞാൻ മാറ്റുന്നതോടുകൂടെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ എല്ലാം മറക്കുകയാണ്. മുമ്പ് പ്രാർത്ഥിച്ച കാര്യം പോലും അവർ മറക്കുന്നു എന്നുള്ള ആ രൂപത്തിൽ വിപരീതമായിട്ടുള്ള സമീപനായിരിക്കും ഭൂരിപക്ഷം ആളുകളും മനുഷ്യരും നന്ദി കെട്ട ഒരു സമീപനായിരിക്കും സ്വീകരിക്കുക എന്നുള്ള. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പൊ ജീവിതത്തിൽ അത്തരത്തിലുള്ള ടർബുലൻസ് വരുന്നത് അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ചില റിമൈൻഡർ, ഓർമ്മപ്പെടുത്തലുകളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സിഗ്നലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് വളരെ നന്ദി കെട്ടവരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് താൽക്കാലികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുക. ആ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നതിനിടയിലാകും പെട്ടെന്നൊരു രോഗം, അപ്രതീക്ഷിതമായിട്ട് രോഗം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ രോഗബാധിതനാകുന്നതോടുകൂടെ ആരോഗ്യമാകുന്ന ഒരു അനുഗ്രഹം ഒരു അല്പസമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നതോടുകൂടെ അത്രയും കാലം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആസ്വാദനങ്ങളെല്ലാം പിന്നീട് അദ്ദേഹത്തിന് ഒരു ആസ്വാദനം അല്ലാതായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ വലിയൊരു സമയം അദ്ദേഹം ചെലവഴിച്ച സുഹൃത്തുക്കളെ മുന്നിലിരിക്കുന്നുണ്ട്, അവരെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം അത്രയും കാലം ഒഴുകി ജീവിച്ച വിനോദങ്ങൾ മുന്നിലുണ്ട്, അതിൽ അദ്ദേഹത്തിന് താല്പര്യം തോന്നുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം ആസ്വദിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളെല്ലാം മുന്നിലിരിക്കുന്നുണ്ട്, പക്ഷേ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമാകുന്ന ഒരു അനുഗ്രഹം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുക. ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, മറ്റാരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒറ്റയ്ക്ക് ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആ പിന്നിട്ട ജീവിതത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇത്രയും കാലം ഈ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടായിരുന്നല്ലോ ഈ നന്ദി കെട്ട ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. ആ ചിന്ത ഒരുപക്ഷേ ഒരല്പം കണ്ണീരായിട്ട് പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ അത് ജീവിതത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അദ്ദേഹത്തെ ആ ഒരു കാരണം അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു.
പണ്ഡിതന്മാർ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുസീബത്ത് ജീവിതത്തിൽ വന്ന് അത് കാരണം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ മുസീബത്തായിരുന്നില്ല, മറിച്ച് അള്ളാഹിന്റെ ഏറ്റവും വലിയ റഹ്മത്തായിരുന്നു, അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവഴി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്.